എന്റെ ചങ്ങാതി വേണ്ടെന്ന് സർക്കാരൊന്നും അടക്കേണ്ട ആവശ്യമില്ല. 21,000 കോടി ഈ വായ്പാ ബാധ്യത നമ്മൾ സർക്കാർ അടക്കേണ്ടതല്ലേ, തിരിച്ചടക്കേണ്ടതല്ലേ? എന്റെ ചങ്ങാതി വേണ്ടെന്ന് സർക്കാരൊന്നും അടക്കേണ്ട ആവശ്യമില്ല. സർക്കാർ അടക്കേണ്ടത് കിഫ്ബിക്ക് വർഷം തോറും കൊടുക്കൂന്ന് പറഞ്ഞ തുക കൊടുത്താൽ മതി. അതിന്റെ സെക്യൂരിറ്റൈസേഷനാണിത്. അല്ലാതെ സർക്കാർ ഇവിടെ കൂടുതൽ കൊടുക്കണേ? ഇതുവരെ സർക്കാർ ഈ നിയമത്തിൽ പറഞ്ഞതിനപ്പുറം 10 വർഷമായിട്ട് ഒരു പൈസ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഐസക് സാർ, ഈ കിഫ്ബി വരുത്തി വെച്ച ബാധ്യത നമ്മുടെ അല്ല, ഐസക് സാർ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അപ്പോൾ കിഫ്ബി വരുത്തി വെച്ചിരിക്കുന്ന ഈ ബാധ്യത സംസ്ഥാനത്തിന്റെ ബാധ്യതയല്ലേ? എന്താ ബാധ്യത? ഈ തുക അവർ വായ്പ എടുത്തിരിക്കുന്നു. സർക്കാരിന് എന്താ ബാധ്യത? സർക്കാരിന് ബാധ്യത നിയമത്തിൽ വ്യവസ്ഥ ചെയ്തപോലെ കഴിഞ്ഞ 10 വർഷം കൊടുത്തതുപോലെ മോട്ടോർ വാഹന നികുതിയുടെ പകുതി കൊടുക്കാം. Shop smarter with iHerb specials. Save up to 65% on your തീർന്നു. വേറൊരു അധിക ബാധ്യത വരുന്നില്ല. പിന്നെ പെട്രോളിയം കഴിഞ്ഞ 10 വർഷമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടോ? ഭാവിയിലും ഇല്ല. ആ പെട്രോളിയം സെസ് കൊണ്ടുവരും, അതാവുള്ളൂ. എന്റെ ഫലം എന്താണ്? നിങ്ങൾക്കൊരിക്കലും സർക്കാർ നേരിട്ട് വായ്പ എടുത്തോ അല്ലാതെയോ പണിയാൻ പറ്റാത്ത ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിലുണ്ടാവുന്നു. അതിൻ്റെ നേട്ടം ഇന്നും നാളെയുള്ള നാട്ടുകാർക്ക് കിട്ടും. ഇതല്ലാതെ വേറെ മാർഗമില്ല. ഇനി വേണ്ട എന്ന് പറയുന്നവർ നമുക്ക് കാത്തിരിക്കാമല്ലോ ഒന്ന്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പോണെന്നുള്ളത് കാണിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, കണ്ണൂർ കൂടുതൽ നൽകിയിരിക്കുന്നു. എന്താ കാര്യം? അവിടെ ഒരു പുതിയ എയർപോർട്ട് വരുന്നുണ്ട്. അവിടെ നമ്മുടെ സിയാല് പോലെ അതിനേക്കാൾ കൂടുതൽ ഭൂമി ചുറ്റുപാട് മക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന്. എന്തിനാ എറണാകുളത്ത് കൂടുതൽ കൊടുക്കണേ? എറണാകുളത്തല്ലേ നമ്മുടെ ഏറ്റവും വലിയ മെട്രോപോളിസ്. അവിടെ പശ്ചാത്തല സൗകര്യങ്ങളും അവിടെയല്ലേ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത്? അല്ലെങ്കിൽ തിരുവനന്തപുരം വിഴിഞ്ഞം വരുന്ന അവിടെയല്ലേ? ഇതേതെങ്കിലും രാഷ്ട്രീയ പക്ഷം വെച്ചിട്ടാ? എറണാകുളം എന്താ CPM-ന്റെ വല്ലതാണോ? അവിടെ എല്ലാ മണ്ഡലങ്ങളും UDF ജയിച്ചിട്ടുള്ളത്. ഇത് തുല്യമായി വിധിക്കുന്ന ഒരു പരിപാടിയല്ലത്. എന്നാൽ കിഫ്ബിയുടെ സിംഹഫണ്ടും പോയിരിക്കുന്നത് എങ്ങനെയാ പോയിരിക്കുന്നത്? സ്കൂളുകൾ 500 കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ നവീകരിക്കാൻ എല്ലാവർക്കും പണം കിട്ടും. ഏത് MLA-ക്കും ഒരു 5 കോടി വെച്ച് ഒരു സ്കൂള് നവീകരിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു താലൂക്ക് ആശുപത്രികൾ ഏത് മണ്ഡലത്തിലാണെങ്കിലും കൊടുക്കാൻ പറ്റുന്നു. നമ്മുടെ മലയോര ഹൈവേ, മണ്ഡലം രാഷ്ട്രീയം നോക്കിയിട്ടാണ് മലയോര ഹൈവേ പോകുന്നത്. തീരദേശപാത അങ്ങനെയാണോ? ഇതിൽ വരെ ഇങ്ങനെ രാഷ്ട്രീയം ഇതിൽ ആക്ഷേപം ഇതുവരെ വന്നിട്ടില്ല. ഈ ധവളപത്രത്തിന്റെ വലിയ സംഭാവന അതാണ്. ഏത് ഭൂമി അക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ണൂർ കൊടുത്തത് രാഷ്ട്രീയ പക്ഷഭേദമായിട്ട് ഒരു ആക്ഷേപം ഉന്നയിക്കാം. മൂന്നാമത്തത്, ഇതിൽ പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പണം നീക്കി വച്ചിട്ടില്ല. ഇത് പശ്ചാത്തല സൗകര്യ നിർമ്മാണമാണ്. ഇവിടെ ആരോ പറയുന്ന കൂട്ടെ കക്കൂസും വീടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ബാങ്കുകളിൽ നിന്നെല്ലാം പണം എടുക്കുന്നത്. ഇന്നിൻ്റെ കാര്യത്തിന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന്. ഈ ചെറുകിട ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല. സാധാരണഗതിയിൽ 50 കോടിയിൽ കൂടുതലുള്ള പ്രൊജക്റ്റുകൾ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ റോഡിന്, പാലത്തിന് 90% പ്രൊജക്റ്റുകളും ഇങ്ങനെയുള്ള പശ്ചാത്തല സൗകര്യമാകുമ്പോൾ പരിമിതിയുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ വീതം വെച്ച് പട്ടികജാതിക്കാർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുക? മറ്റ് പട്ടികജാതി വികസന വകുപ്പിൽ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് വിമർശിച്ചോളൂ. പക്ഷെ ഇവിടെ ഇത്തരത്തിൽ നമുക്ക് പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പണം ഈ രീതിയിൽ നീക്കി വെക്കാൻ കഴിയുന്നതല്ല. എനിക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാം പോട്ടെ, ഈ ദേശീയപാത പണിയുന്നുണ്ടല്ലോ, 5000 കോടി രൂപ വെച്ചിട്ടല്ലാതെ പണി നടക്കത്തില്ല. UDF 5 വർഷക്കാലം ഈ പണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നില്ലേ? കിഫ്ബി ഉണ്ടായിരുന്നു, 5000 കോടി കൊടുത്തു. 65,000 കോടിയുടെ നിർമ്മാണം നടക്കുന്നത്.
വിഴിഞ്ഞം എങ്ങനെ വരുന്നത്? വിശാലിന് പണം ഇടുന്ന കിഫ്ബിന്ന് കൊടുക്കുന്നതാണ്. നോക്കൂ, എത്ര കോടി, എത്ര ആയിരം കോടിയാ ലിവറേജ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഭയങ്കര ബാധ്യതകളാണ് എന്ന് കരുതിയിരിക്കുന്നവർ ശരി, കേരളം ഒരു 5 വർഷക്കാലം അതനുഭവിക്കട്ടെ. ഏതായാലും ഒരു കാര്യം, ധവളപത്രം ഞാൻ മുഴുവൻ നോക്കി, വേണ്ടത്ര പണമില്ല, വരുമാനമില്ല, പ്രതിസന്ധിയാണ്. ശരി, പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? 25,000 കോടി രൂപ നികുതി കുടിശ്ശികയുണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്? ഒരു വാചകവും ഇല്ലല്ലോ. 15,000 കോടി രൂപ സ്വർണത്തിൽ നിന്ന് പിരിക്കുന്ന പറഞ്ഞ GST, ഒരു പരാമർശവും ഇല്ലല്ലോ. ഇതില് D നാരായണയാണ് ഇതിലെ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 20,000 കോടി രൂപ IGST നഷ്ടം വന്നെന്ന് പറഞ്ഞു. IGST എന്നൊരു വാക്കുണ്ടോ ഇതില്? അപ്പൊ എന്താണെന്നറിയാമോ? ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാനുള്ള പണിയില്ല, പിന്നെ വരവും ചെലവും ഒപ്പിച്ച് ഉപജീവനം നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ടാവില്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തോമസ് സാർ, ഐസക് സാർ, അതിനകത്ത് ഈ പൊതുമേഖലയിലെ നഷ്ടം നികത്താനുള്ള സ്വകാര്യ സഹകരണ പങ്കാളിത്തം, കൂടുതൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക, സഹകരണ മേഖലയെ കൂടുതൽ ഇതുമായി സഹകരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലെ പരിഹാര നിർദ്ദേശങ്ങളായ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് അത് കുറച്ചുകൂടി വിശദമായിട്ട്, ഐസക് സാർ, അത് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് 2ാം റൗണ്ടിൽ ഒന്ന് പരിശോധിക്കാം.